ഒരു ദിവസം ഞാനും മലിക്കും കൂടെ ഒരു ബുക്ക് അന്വേഷിച്ച് ഇറങ്ങാനായിട്ട് ഒരു ലൈബ്രറിയിൽ പോയി. അപ്പൊ ആ ലൈബ്രറിയിൽ ഞങ്ങൾ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ബുക്ക് കണ്ടു. ആ ബുക്കിന്റെ ഒരു അൺയൂഷ്വാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്കിന് കവർ പേജ് ഇല്ലായിരുന്നു. അപ്പൊ ആദ്യം ഞങ്ങളത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ അതിന് ഈ ഒരു ആസ്പെക്ട് ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ആ ബുക്ക് എടുത്തു. അപ്പൊ റാൻഡം ആയിട്ട് ഞങ്ങൾ ആ ബുക്ക് തുറന്നപ്പോൾ ഞങ്ങൾ കാണുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, whatever you feel, you shall receive it tenfold. അന്നാണ് ഞങ്ങൾക്ക് ആദ്യമായി മനസ്സിലായത്, നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതിന്റെ 10 ഇരട്ടി നമുക്ക് യൂണിവേഴ്സ് നൽകും. സോ യൂണിവേഴ്സിന്റെ ഫസ്റ്റ് ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യൂണിവേഴ്സ് നമ്മൾ ഫീൽ ചെയ്യുന്നത് എന്തും ഇന്റൻസിഫൈ ചെയ്യും. നമ്മളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ആൾക്കാരുടെ ലൈഫിൽ ഇപ്പൊ അവർ ഭയങ്കര സ്ട്രെസ്ഡും ടെൻഷനൊക്കെ അടിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ലൈഫിൽ ഇതേപോലത്തെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ മാഗ്നിഫൈ ആയിക്കൊണ്ടേയിരിക്കും. നമ്മളപ്പോ ഓർക്കും, ഷെടാ ഇതെന്താണ് ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്, നമുക്ക് ഇതേപോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മുടെ ലൈഫ് നന്നായിട്ട് പോകുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ആൾക്കാരുടെ ലൈഫിൽ അവര് ചിലപ്പോൾ എടുക്കുന്ന സാധനങ്ങൾ മറന്നു പോവുക, അവർക്ക് പ്രോപ്പറായിട്ട് ചിലപ്പോൾ അവർ ചെയ്യുന്ന വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സോഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാർ നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെ ചുമ്മാ നെഗറ്റീവ് സർക്കംസ്റ്റൻസസ് ഇവരുടെ ചുറ്റും ഇങ്ങനെ നിൽക്കും. നമുക്കപ്പോ തോന്നും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, അതെന്തുകൊണ്ട് ഇതുവരെ നമുക്കറിയില്ലായിരുന്നു, പക്ഷെ ഇന്ന് മുതൽ നമുക്കറിയാം. അത് യൂണിവേഴ്സിന്റെ ലോ ആണ്, ഇന്റൻസിഫൈ. ഈ ഇന്റൻസിഫൈ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ ചെറിയൊരു സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ സ്ട്രെസ്സിനെ അത് വലുതാക്കും. നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷനെ അത് വലുതാക്കും. നമുക്കൊരു ചെറിയ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ആ ഇറിറ്റേഷനെ അത് വലുതാക്കും. അതേപോലെ തന്നെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിലും ഇത് വർക്ക് ആകുന്നത്. സോ ഇതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇതേപോലത്തെ ഇപ്പൊ ഈ ലോ അറിയാത്ത ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരാലോചിക്കും, ഷെടാ ഇതെന്താണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത്, ഈ യൂണിവേഴ്സ് എന്താ എനിക്ക് ഇങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നൽകുന്നത്, ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് വേണ്ട റിയാലിറ്റി മാനിഫെസ്റ്റ് ചെയ്യുന്നു, എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം, പിന്നെ എന്താണ് എനിക്ക് ഇവിടെ പ്രശ്നം വരുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും യൂണിവേഴ്സ് അല്ല ഇത് ചെയ്യുന്നത്. കാരണം നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡാണ്. മൈൻഡിലാണ് എല്ലാം നടക്കുന്നത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മളെ തന്നെയാണ്. അല്ലാണ്ട് യൂണിവേഴ്സ് ഒരിക്കലും എക്സ്റ്റേണൽ ആയിട്ടല്ല സ്ട്രെസ്സും ടെൻഷനും ഒക്കെ തരുന്നത്. ആദ്യത്തെ അവയർനെസ് എന്ന് പറയുന്നത് അതാണ്. നമ്മളാണ് നമ്മുടെ യൂണിവേഴ്സ്, നമ്മളാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തൊരു ഇമോഷനും നമ്മുടെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ യൂണിവേഴ്സിന് അത് സിഗ്നൽ കൊടുക്കുവാണ്. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഇപ്പൊ ഒരാൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും, അയാള് നല്ല പോസിറ്റീവ് ഇമോഷനൊക്കെ സ്പൈക്ക് ചെയ്യുന്ന ആളായിരിക്കും. പക്ഷെ ദ മൊമെന്റ് അയാളുടെ ഉള്ളിൽ ഇപ്പോ എന്താ പറയാ ഒരു നെഗറ്റീവ് ഇമോഷൻ വന്നിട്ട് അയാൾ അതിനെ നെഗ്ലക്ട് ചെയ്യുവാണെങ്കിൽ, യൂണിവേഴ്സിന് ആ നെഗറ്റീവ് ഇമോഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂ സിഗ്നൽ ആണ്. അപ്പൊ യൂണിവേഴ്സ് ആ ന്യൂ സിഗ്നൽ വേഗം ക്യാപ്ചർ ചെയ്യും. അപ്പൊ യൂണിവേഴ്സ് അതിനെ ഇങ്ങനെ ഓക്കെ, അപ്പൊ ന്യൂ സിഗ്നൽ ഇമോഷൻ ഈ ഒരു പേഴ്സൺ കൊടുക്കുന്നുണ്ട്, അപ്പൊ അതിനെ മാഗ്നിഫൈ ചെയ്യാൻ അത് റെഡിയാവും. അതിന് ആ ഒരു ലാംഗ്വേജ് ആണ് മനസ്സിലാകുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, നമുക്ക് വേണ്ട ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ സ്പൈക്ക് ചെയ്യുക, നമ്മളാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അതിന്റെ 10 ഫോൾഡ് ആയിട്ട് നമുക്ക് യൂണിവേഴ്സ് നൽകും. അതിനനുസരിച്ചുള്ള ഈവന്റ്സും സർക്കംസ്റ്റൻസസും സിറ്റുവേഷൻസും നമ്മുടെ ലൈഫിൽ മാഗ്നിഫൈ ആയിക്കൊണ്ടേയിരിക്കും. നമ്മളിപ്പോ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ റിലാക്സ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എൻഹാൻസ് ചെയ്യും. അതിനനുസരിച്ചുള്ള സർക്കംസ്റ്റൻസസ് നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റിയിലോട്ട് എത്തിക്കുന്ന ആ പെർട്ടിക്കുലർ ഇമോഷൻ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ യൂണിവേഴ്സിന് എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയം ഉണ്ട്. സോ അത് ചില ടൈമിൽ നമുക്ക് നല്ല ഹൈ ആയിരിക്കും നമ്മുടെ ഒരു ഗ്രാഫ്, ചില ടൈമിൽ അത് നല്ലൊരു ലോയിലോട്ട് എത്തും. യൂണിവേഴ്സ് നമുക്കൊരു നല്ല കൊട്ട് തരും, നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് പോലും ചെയ്യത്തില്ല. സോ ഈ ടൈമിലാണ് മെയിൻ്റനൻസ് ആവശ്യം വരുന്നത്. മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റിയിലുള്ള ഒരാളുടെ ഐഡന്റിറ്റീസ് എങ്ങനെയാണ്, ബിലീഫ്സ് എങ്ങനെയാണ്, അയാൾ ഫോക്കസ് ചെയ്യുന്ന അറ്റൻഷൻ എന്തിലൊക്കെയാണ്, ഈ കാര്യങ്ങളാണ്, അയാളുടെ കൺവിക്ഷൻ എന്താണ്,
ആ ഒരു ഡിസൈർഡ് റിയാലിറ്റി അച്ചീവ് ചെയ്ത ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പൊ നമുക്കൊരു നെഗറ്റീവ് സർക്കംസ്റ്റൻസസ് വന്നു, നമ്മൾ ഉടനെ ആലോചിക്കേണ്ടത് നമ്മുടെ ഡിസൈർഡ് വേർഷൻ എങ്ങനെയായിരിക്കും ഇതിന് റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മുടെ ഡിസൈർഡ് വേർഷൻ ഒരിക്കലും എന്താ പറയാ അതിൽ പെട്ടെന്ന് റിയാക്ട് ചെയ്യുക എന്നതല്ല. നമ്മുടെ ഡിസൈർഡ് വേർഷൻ എന്ന് പറയുന്നത് ഉള്ളിൽ റിലാക്സ്ഡ് ആയിരിക്കും, ചില്ലായിരിക്കും. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒഴിച്ച് ഒരു നോർമൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫേസ് ചെയ്യും. നമ്മൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇന്റേണൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സോ നമുക്ക് എങ്ങനെ നമ്മുടെ ഉള്ളിലെ ഈ ഒരു ഇമോഷൻസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിന് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി ചാർജ്ഡ് ആയിട്ടുള്ള തോട്ട്സ് ആണ്. സോ എങ്ങനെ നമുക്ക് ഇമോഷണലി ചാർജ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം? ഇമോഷണലി ചാർജ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റിയാണ്. നമുക്കറിയാം, ഇപ്പൊ ഈ വേൾഡിലെ പല ആൾക്കാരും പല സത്യങ്ങളും നമ്മളടുത്ത് പറയും. ഈ ഒരു പെർട്ടിക്കുലർ കാര്യമാണ് സത്യം, അല്ലെങ്കിൽ ഇതാണ് സത്യം. അങ്ങനെ കുറെ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ്, നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആകെ പെട്ടുപോകും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹെർമെറ്റിക് പ്രിൻസിപ്പിൾസ് പ്രകാരം ഓൾ ട്രൂത്ത്സ് ആർ ഹാഫ് ട്രൂത്ത്സ്. സോ നമ്മൾ ഒരു പെർട്ടിക്കുലർ ബിലീഫിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം കൺവിക്ഷൻ കീപ്പ് ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ സത്യമാണോ അല്ലേന്ന് കാണുന്നത്. സോ നമ്മൾ അതിൽ ഫുൾ കൺവിക്ഷൻ കീപ്പ് ചെയ്യും. ചിലപ്പോൾ അത് എന്താ പറയാ, അത് ചിലപ്പോൾ സത്യമായിരിക്കത്തില്ല, പക്ഷെ നമ്മൾ അതിൽ കൺവിക്ഷൻ കീപ്പ് ചെയ്യുവാണ്, അത് സത്യമാണ്, ഇതാണ് സത്യം, ഞാനാണ് എന്ന് നമ്മൾ കൺവിക്ഷൻ കീപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ലോ പോലെ അത് മാഗ്നിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ നമുക്ക് വരുന്ന ഒരു ഡൗട്ടാണ്, എങ്ങനെ ഈ ഇമോഷണൽ ചാർജ് നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യാം? ഞാൻ എന്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ സിമ്പിൾ ആണ്. നമ്മൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള, ഒരിക്കലും നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഭയങ്കര ഫാന്റസി ബേസ്ഡ് കാര്യങ്ങളല്ല, വളരെ റിയൽ ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ട് എന്ത് കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഡിസൈർഡ് റിയാലിറ്റി അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആരൊക്കെയായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്, അങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വിഷ്വലൈസേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ആ വിഷ്വലൈസേഷനിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും പോസിറ്റീവ് ഇമോഷൻ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലർക്കും ഇപ്പോൾ ഒരു ഡൗട്ട് വരും, അയ്യോ അപ്പോ ഞാൻ റൈറ്റ് നൗ ഒരു എന്താ പറയാ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ലൂപ്പിൽ സ്റ്റക്കാണ്, എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് പുറത്തിറങ്ങും? അവർ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ലോ പ്രകാരം അവരൊരു ന്യൂ ഇമോഷണൽ ചാർജ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ അവര് നെഗറ്റീവ് ലൂപ്പിലാണെങ്കിൽ ആ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ആവുക, ഒരു ന്യൂ ചാർജ് ക്രിയേറ്റ് ചെയ്യുക. ന്യൂ ചാർജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ഇമോഷൻ നമ്മുടെ ഉള്ളിൽ സ്പൈക്ക് ചെയ്യുമ്പോൾ അത് ഇന്റൻസിഫൈ ആവും യൂണിവേഴ്സ്. അത് ഇന്റൻസിഫൈ ചെയ്യുമ്പോഴാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓർക്കട്ടെ, ഓക്കെ ഇത് ഇന്റൻസിഫൈ ആകുന്നുണ്ട്, അപ്പൊ ഞാൻ എന്താ നെക്സ്റ്റ് ചെയ്യേണ്ടത്? ഞാൻ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അതിനനുസരിച്ചുള്ള ബിലീഫ്സും കൺവിക്ഷൻസും ആ ഒരു പെർട്ടിക്കുലർ റിയാലിറ്റിയിലുള്ള ആളുടെ ഐഡന്റിറ്റി എങ്ങനെയാണ്, ആ രീതിയിൽ ആലോചിച്ചാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. പിന്നെ നമുക്കറിയാം, ലോ ഓഫ് പൊളാരിറ്റി പ്രകാരം എന്തൊരു നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടെങ്കിലും അതിന്റെ പോളർ ഓപ്പോസിറ്റ് ആണ് പോസിറ്റീവ്. സോ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു വിഷ്വലൈസേഷൻ സംഭവം ചെയ്യുന്നത്. കാരണം പോസിറ്റീവ് ഇമോഷൻ അത്രയും പവർഫുൾ ആയിട്ട് നമ്മൾ ആ നെഗറ്റീവ് ഇമോഷൻസിന് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് നമ്മൾ പോസിറ്റീവ് ഇമോഷൻ നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ പോസിറ്റീവ് ഇമോഷൻ ആണ് അവിടെ ജയിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് ഇമോഷൻ മാഗ്നിഫൈ ആകും. അത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. സോ ഈ രണ്ട് ലോസ് ആണ് ഈ യൂണിവേഴ്സിന്റെ ഫൗണ്ടേഷണൽ ലോസ്. ഈ കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈർഡ് റിയാലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റിയിരിക്കും. താങ്ക് യു.